അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ നിരവധി മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. തുർക്കിയും പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള മെക്ക പാക്ട്, അതായത് അവർ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന ഒരു ഉടമ്പടി ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ കെ എൻ രാഘവൻ. അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. കേന്ദ്ര സർവീസുകളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കസ്റ്റംസ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യക്ക് എത്രത്തോളം ഈ ഒരു സഖ്യം ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും, ഭാവി ഇന്ത്യ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് ഇന്ത്യ ഈ നയതന്ത്ര തലത്തിൽ എടുക്കുന്ന നീക്കങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർ കെ എൻ രാഘവൻ ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പം സംസാരിക്കുകയാണ്. ശ്രീ കെ എൻ രാഘവൻ സാർ, ഇപ്പോൾ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ഒരു യുദ്ധം, അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പശ്ചിമേഷ്യ അടുത്ത യുദ്ധം, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, അതും പെട്ടെന്ന് തീരുമെന്നൊക്കെ വിചാരിക്കുന്നെങ്കിലും അമേരിക്ക കരുതിയെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ, സൗദി, തുർക്കി മെക്ക പാക്ട് അത് സംഭവിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ അവർ പറയുന്നത് അത് ആർക്കുമെതിരെയുള്ള ഒരു സംഗതിയൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു പ്രതിരോധം എന്നുള്ള പേരിൽ മാത്രമാണ്, ഏതെങ്കിലും രാഷ്ട്രത്തെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തുർക്കി അവരുടെ അവരുടെ കച്ചവടം അവിടെ ഒരു ഘടകമാണ്. സൗദിക്ക് പണമുണ്ട്, പക്ഷേ ഡിഫൻസ് വളരെ മോശമാണ്. അപ്പം പാകിസ്ഥാന് യുദ്ധം ചെയ്ത് പരിചയമുള്ള പട്ടാളവും സംവിധാനങ്ങളും ഉണ്ട്, അതും സത്യമാണ്. അപ്പോൾ എന്താണ് ഇവരിങ്ങനെ ഒരുമിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഇത് വളരെ രസകരമായൊരു ഡെവലപ്മെൻറ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ആണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഈ കുഴപ്പങ്ങൾ തുടങ്ങുന്നത്. അതായത് ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആ ഒരു ആക്രമണം, അതിനുശേഷം ഉണ്ടാകുന്ന നിരന്തരമുള്ള യുദ്ധവും, ഇടയ്ക്ക് കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടായാലും ആ ഒരു സംഘർഷാവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. അതിനിടയിലാണ് അമേരിക്ക വന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. അതിനിടയ്ക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധം അമേരിക്ക ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് ട്രംപ് വാദിക്കുന്നുവെങ്കിലും, അപ്പോൾ ഇതെല്ലാം കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് പല ഭാഗത്ത് സുരക്ഷ ഉറപ്പാക്കിയിരുന്നൊരു ഘടകം അമേരിക്കയാണ്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. യൂറോപ്പിലെ നാറ്റോൻ്റെ ഒരു തലതൊട്ടപ്പനായിട്ട് അമേരിക്ക ഇരുന്നിരുന്നുകൊണ്ടാണ് ആ രാഷ്ട്രങ്ങൾക്കെതിരെ എന്ത് ആക്രമണം വന്നു കഴിഞ്ഞാലും ഞങ്ങളതിനെ സംരക്ഷിക്കാമെന്നുള്ളൊരു ഉറപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒരു വലിയൊരു അളവ് വരെ അത് കാരണം വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടാകുകയും ചെയ്യില്ല. ചെറിയ യുദ്ധങ്ങൾ അവിടെ ഇവിടെയും പൊട്ടിപ്പുറപ്പെട്ടു, പക്ഷേ ഒരു യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വലിയ യുദ്ധം ഉണ്ടായില്ല. മിഡിൽ ഈസ്റ്റിലും അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇസ്രായേലാണ്, അത്രയും തന്നെ പ്രിയമുണ്ട് സൗദിയോടും. ബാക്കിയുള്ളവരോട് അധികം ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ പോലും പലയിടത്തും മിലിറ്ററി ബേസസ് ഉണ്ട്. ഇറാനോട് മാത്രമേ ഒരു വൈരാഗ്യം വന്നുള്ളൂ. അതും ഇറാൻ ഒരു കാലത്ത് അമേരിക്കയുടെ വലിയ സുഹൃത്തായിരുന്നു, ഷാ ഉള്ള കാലത്ത്. ആ ഭരണകൂടം മാറി ഖൊമൈനിയും ഈ മേലധ്യക്ഷന്മാരും വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തത്. അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിനെ കാണുന്നത് ഓയിൽ, അതാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്, അവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകം അതാണ്. അതിനൊരു സുരക്ഷ ഒഴുക്കാൻ വേണ്ടി അവർ മിലിറ്ററി ബേസും എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഈ അമേരിക്ക ഇപ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അമേരിക്ക ഇത് സുരക്ഷ ഓഫർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. ഇറാനിലെ യുദ്ധം അമേരിക്ക ബോംബിട്ട് ഇറാൻ ചെയ്തത് എന്താണ്? അമേരിക്കൻ ബേസസിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അമേരിക്ക സുരക്ഷയ്ക്ക് വെച്ചിരുന്ന സ്ഥാനങ്ങൾ മുഴുവനാണ് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്നൊരു സ്ഥിതിവിശേഷമാണ് വന്നത്. അതിലേറ്റവും അധികം ബാധിച്ചൊരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ 2025 കരാർ വന്നിരുന്നു. അപ്പോൾ അത് അന്ന് പെട്ടെന്നൊരു എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഇസ്രായേൽ ഖത്തറിൽ ഒരു ആക്രമണം നടത്തിയത്. അത് ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ഉണ്ടെന്നുള്ളൊരു സംശയത്തിലാണ് നടത്തിയത്. പക്ഷേ സാധാരണ ഇതുപോലൊരു ആക്രമണത്തിന് പാലിക്കേണ്ട സാമാന്യ മര്യാദകളൊന്നും പാലിച്ചിരുന്നില്ല. ഇതിനെപ്പറ്റി അമേരിക്കയ്ക്ക് അറിയായിരുന്നു. എന്നിട്ട് അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല ബന്ധമുണ്ട്, എന്നിട്ട് അമേരിക്ക അറിയിക്കാൻ പോയില്ല. അപ്പോൾ ഇതിലെല്ലാം അമേരിക്കയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോഴത്തേതിൽ അവർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനു മുമ്പുള്ള ഭരണകൂടങ്ങൾ കണ്ട രീതിയിലല്ല. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ആശങ്ക വന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത് ഇപ്പോൾ ആ അലയൻസിലേക്ക് തുർക്കി കൂടി വന്നിരിക്കുന്നു. ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു POKയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അഫ്ഗാൻ ബൗണ്ടറിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അരക്ഷാവസ്ഥയുണ്ട്. അവർക്ക് ആകെ പറയാവുന്ന എന്താണ്? പട്ടാളം ഭരിക്കുന്നൊരു രാജ്യം, അല്ലെങ്കിൽ പട്ടാളത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു രാജ്യം. 2 ന്യൂക്ലിയർ പവറാണ്.
അപ്പോൾ ലോകത്തിലെ ഏക ഒരു മുസ്ലിം ന്യൂക്ലിയർ പവർ എന്ന് പറയാവുന്ന പാകിസ്ഥാനാണ്, വേറെ ആരുമല്ല. അതിൻ്റെ ഒരു 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 ഹുങ്ക അല്ലെങ്കിൽ ഒരു USP അവർക്കുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഒരു സൈഡിൽ ഇറാൻ, മറ്റേ സൈഡിൽ ഇസ്രയേൽ. അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നില്ല. സൗദിക്കുള്ളത് എന്താണ്? എണ്ണ ധാരാളമുണ്ട്, പൈസ ധാരാളമുണ്ട്, പക്ഷേ പിടിച്ചു വെക്കാൻ പറ്റിയൊരു പട്ടാളമില്ല. ഇറാൻ ഹൂത്തികൾ വഴി സൗദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇസ്രയേലുമായിട്ട് നല്ല ബന്ധത്തിലല്ല. അമേരിക്കയും സൗദിയും തമ്മിൽ കുറച്ച് നാൾ മുമ്പ് ഒരു ട്രംപും MBSും കൂടി വൈറ്റ് ഹൗസിൽ വെച്ച് കണ്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പണിയെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞെന്നാൽ നിങ്ങൾ എബ്രാംസ് അക്കോർഡിൽ ഒപ്പിടണമെന്ന്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പണ്ട് കിട്ടിയിരുന്ന പിന്തുണ സൗദിക്ക് കിട്ടുന്നില്ല. എണ്ണ വേണം, അതിനുള്ള കച്ചവടമെല്ലാം നടക്കും, പക്ഷേ ഒരു സ്ട്രാറ്റജിക് ടാക്ടിക്കൽ ഏരിയയിൽ ആ പിന്തുണ കിട്ടില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. 3, തുർക്കി എർദോഗാൻ ഭരണത്തിൽ വന്നതിന് ശേഷം വളരെ ഇസ്ലാമവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ ഒട്ടോമൻ ചക്രവർത്തിമാരുടെ പ്രതാപകാലത്ത്, പുട്ടിന് സാർ ചക്രവർത്തിമാരുടെ പ്രതാപകാലത്ത് പോകണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും അഭിലാഷവും അല്ല. അതിനുവേണ്ടി എതിരാളികളൊക്കെ അടിച്ചമർത്തിയ ഒരു ഭരണമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ മുസ്ലിം രാജ്യങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. അതൊരു കാരണം. 2, തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്, പണപ്പെരുപ്പം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട്. 3, തുർക്കി ആ ഏരിയയിൽ നമ്മൾ അറിയാത്തൊരു വസ്തുതയാണ് കാര്യമായിട്ട് വളരെ മിലിറ്ററിലി ഓവർ എക്സ്റ്റെൻഡഡ് ആണ്. തുർക്കിയുടെ പട്ടാളം എവിടെയൊക്കെയുണ്ട്? സിറിയയിൽ ഈ ആസാദ് ഭരണകൂടത്തിനെ പുറത്താക്കി കഴിഞ്ഞു വന്ന അൽഷറ ഭരണകൂടത്തിന് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിൽ തുർക്കിയുടെ പോസ്റ്റുണ്ട്. കുർദുകളെ അവർ നേരിടുന്നുണ്ട്. ലിബിയയിലുള്ളവർ പട്ടാളത്തിനെ വെച്ചിട്ടുണ്ട്. സൊമാലിയയിലുണ്ട്, സൈപ്രസിലുണ്ട്. അപ്പോൾ ആ മേഖലയിൽ പലയിടത്തും തുർക്കിയുടെ പട്ടാളമുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു നേരത്തെ പറഞ്ഞൊരു സൈനിക വ്യവസായ കോംപ്ലക്സ് ഉണ്ട്. ഡ്രോണിൻ്റെ സാങ്കേതിക വിദ്യയിലൊക്കെ അവർ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇവർ 3 പേരും വന്നതെന്ന് നോക്കുവാണെങ്കിൽ കരുതാം. പിന്നെ വേറൊരു രീതിയിൽ ഒരാൾ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 3 സുന്നി മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതൊരു നാറ്റോ തരത്തിലുള്ളൊരു സൈനിക സഖ്യമുള്ള സാധ്യത കുറവാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ കഴിഞ്ഞ വർഷം കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് സൗദിക്കെതിരെ ഹൂത്തികൾ പടയൊരുക്കം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അഫ്ഗാൻ ബൗണ്ടറിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. സൗദി അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നാറ്റോൻ്റെ ഒരു കെട്ടുറപ്പും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പ്രതിബദ്ധതയും ഇതുവരെ ഈ കരാറുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ മേഖലയിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അമേരിക്ക ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഖത്തറിലെ മുൻ മന്ത്രിമാരായിരുന്നിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു അനുകൂലം അതിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംവിധാനം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റും ചെറിയൊരു പിന്തുണ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് ചേരുമോ? അതാണോ ഉദ്ദേശിക്കപ്പെടുന്നത്? ഉണ്ടാകാം. കാരണം ഈ പറഞ്ഞാൽ ഇവർക്കൊക്കെ ആരെയാണ് ഏറ്റവും ഭയം? അവർക്ക് ഭയമുള്ള 2. ഒന്ന് ഇസ്രയേലിനെ സംബന്ധിച്ചാൽ ഇസ്രയേൽ അവിടെ വന്നിരിക്കുന്നവർ പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഇവരെല്ലാം ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു എന്നാണ്. ഇസ്രയേലിനെതിരെ ഇസ്രയേലിൻ്റെ വലിയ സുഹൃത്താണെങ്കിൽ തന്നെ അവിടെ ഒരു സംരക്ഷണം കൊടുത്തിരുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ സംരക്ഷണം വന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ചൈന വരില്ല. ചൈന എപ്പോഴും അവരുടെ സ്വന്തം കാര്യം നോക്കി മാത്രമേ നിൽക്കുള്ളൂ. ചൈനയ്ക്ക് ഇവിടെ അവരുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ, ഓയിൽ അതുമാതിരിയുള്ളതിന് പുറമെ അവരവിടെ ഒന്ന് യുദ്ധം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സൈനിക കാര്യങ്ങളിലൊരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഇടപെടലിന് മുതിരില്ല. അപ്പോൾ പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് വളരെ ഒരു സ്ട്രാറ്റജിക് വ്യൂ പോയിന്റിൽ ഞങ്ങൾ തനിച്ച് നോക്കേണ്ട കാലമായി. ഇപ്പോൾ യൂറോപ്പിൽ നാറ്റോ, അമേരിക്ക ഇല്ലാതെ യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായി എന്ന് പറയുന്ന പോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലും അവിടുത്തെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായി. നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വലിപ്പച്ചെറുപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഒപ്പെക്കിൽ നിന്ന് തന്നെ UAE പുറത്തു വന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു നല്ലൊരു നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ 3 ആവണമെന്നില്ല ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നയതന്ത്രത്തിൽ വരുമ്പോൾ. അപ്പോൾ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടി ചേർന്നുകൊണ്ട് അവരുടെ 3 പേരുടെ ശക്തി ഒരുമിച്ച് വന്ന് 3 മടങ്ങ് വർദ്ധിക്കാൻ അതുണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ? പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഒരു അമേരിക്ക ഇല്ലാത്ത ഒരു വേൾഡ് ഓർഡർ പശ്ചിമേഷ്യയിൽ കൊണ്ടുവരാനായിട്ടുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം.
ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഇസ്രയേലിനുള്ള ഒരു എതിർപ്പ്. പക്ഷേ ഇസ്രയേലിന് എതിർപ്പുള്ള ഇറാൻ പക്ഷേ അവരോട് കൂടുകയുമില്ല, ആ സുന്നി ഷിയ പ്രശ്നം കാരണം. അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും ഈ പറയുന്ന പോലെ ഒരു വലിയ കെട്ടുറപ്പിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത്. അതെ, ആ ഒരു കെട്ടുറപ്പിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഇവിടെ തന്നെ മൂപ്പളത്തിറക്കം ഉണ്ടാവില്ലേ? ആരാണ് വലുത്, സൗദിയോ തുർക്കിയോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഒട്ടോമൻ്റെ പ്രതാപകാലത്ത് സൗദി വലുതാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് ആ ഭരണകൂടം. അവരുടെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം മാത്രമേ ഈ സൗദി അറേബ്യയിൽ അൽ സൗദ് കുടുംബം വന്നിട്ട് അവിടെ ഒരു രാജവംശം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അതുവരെയുള്ളൊരു വലിയൊരു തർക്കം, ചരിത്രാതീത കാലം തൊട്ടുള്ളൊരു തർക്കം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തർക്കത്തിന് ഇപ്പോൾ പെട്ടെന്ന് എർദോഗാൻ വന്നത് മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇന്നും അവിടുത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ പോകുന്ന പള്ളിയുള്ള മക്കത്താണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ പ്രഥമ സ്ഥാനം സൗദി അറേബ്യയ്ക്കുണ്ട്. അത് മാറ്റിമറിക്കാൻ എർദോഗാന് സാധിക്കുമോ? അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ എന്തായാലും ഉയർന്നു വരും. അതില്ലാന്നുള്ള നമ്മൾ വിചാരിക്കേണ്ട, ഇവരുടെ ഇടയിൽ പ്രശ്നം വരും. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇസ്രയേലിനെ ചെറുത്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇറാനെ ചെറുത്ത് നിൽക്കാനായിട്ട് പൊതുശത്രുവിനെതിരെ ഒരു ചെറിയൊരു കൂട്ടായ്മ കൊണ്ടുവരികയാണെങ്കിൽ പൊതുശത്രുവിൻ്റെ ശല്യം കുറച്ച് കുറയാം, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള സഹകരണം കുറച്ചുകൂടി കൂട്ടി നിർത്താൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. ഇതിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒന്ന് അവർക്കിപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള വലിയ തകർച്ച അവർ നേരിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സൗദി നല്ല പൈസയുള്ള രാജ്യമാണ്. തുർക്കി ഡിഫൻസ് സാങ്കേതിക വിദ്യയിൽ മുന്നിലാണ്. പാകിസ്ഥാനാണെങ്കിൽ അവരുടെ ഒരു സ്വത്തെന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയോട് നിരന്തരം ഉള്ള ഒരു യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് അവർക്ക് ആ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ പാകിസ്ഥാൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഞാനീ പറയുന്ന പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷേ അടുത്ത കാലത്ത് ഏറ്റവും അധികം നയതന്ത്ര വിജയങ്ങൾ കൊയ്തിട്ടുള്ള പാകിസ്ഥാനാണ്. നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കാലത്തൊരു 4-5 വർഷം മുമ്പ് വരെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നശിച്ച രാഷ്ട്രം, അല്ലെങ്കിൽ എവിടെ ഗതി കിട്ടാത്ത രാഷ്ട്രം, ആകെ ചൈനയുടെ സഹായത്തോടു കൂടി മാത്രം പിടിച്ചു നിൽക്കുന്നു എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. ചൈനയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് ഇന്ത്യക്കെതിരെയുള്ളൊരു പ്രതിരോധമായിട്ടും പാകിസ്ഥാനെ കണ്ടിരുന്നു. ഒരു കാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു പാകിസ്ഥാൻ. അമേരിക്ക പാകിസ്ഥാനെ അങ്ങോട്ട് ഒഴിവാക്കിയ സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? ട്രംപ് ഭരണകൂടം വന്നു കഴിഞ്ഞിട്ട് ട്രംപിനെ എങ്ങനെ കയ്യിലെടുക്കാമെന്നുള്ളത് പാകിസ്ഥാനാണ് എല്ലാവരും പഠിപ്പിച്ച് കൊടുക്കേണ്ടത്. ശരിയായ രീതിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജനറൽ മുനീറുമായിട്ട് ട്രംപിനൊരു ചങ്ങാത്തം സ്ഥാപിക്കാൻ പറ്റി. ട്രംപിൻ്റെ സ്വകാര്യ കച്ചവടങ്ങൾ, ക്രിപ്റ്റോ കറൻസിക്ക് ആവശ്യമുള്ള മിനറലിനും വേണ്ടിയുള്ള സഹായങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുന്നു. അതിന് പുറമെ പാകിസ്ഥാന് ഒരു മുസ്ലിം രാഷ്ട്രമെന്ന നിലയ്ക്ക് അവരുടെ ആണവായുധം കയ്യിലുണ്ടെന്നുള്ള ശക്തി കൊണ്ട് മാത്രം പശ്ചിമേഷ്യയിലെ ഒരു ശക്തിയായി അവരെ പരിഗണിക്കാനും സാധിക്കുന്നു. അപ്പോൾ ചൈന ഒരു ഭാഗത്തുണ്ട്, അമേരിക്കയുടെ പിന്തുണയുണ്ട്, പശ്ചിമേഷ്യയുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാൻ എടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ നയതന്ത്ര സമൂഹത്തിൻ്റെ മിടുക്ക് തന്നെയാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അഫ്ഗാൻ ബൗണ്ടറിയില്ല, പാകിസ്ഥാൻ തന്നെ മുൻകൈ എടുത്താണ് താലിബാൻ ഭരണകൂടത്തിനെ കൊണ്ടുവന്നത്. ഇന്ന് അവർ പാകിസ്ഥാനൊരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിർത്തിയിൽ തർക്കം ഉണ്ടാകുന്നത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മൾ പറയുന്നത്, അവരുടെ ഫെഡറലി അഡ്മിനിസ്ട്രേറ്റഡ് നോർത്തേൺ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നിടത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കാരണം അതിപ്പോഴും ഇസ്ലാമാബാദിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാണ് നടക്കുന്നത്. അവിടെ ധാരാളം പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പാകിസ്ഥാനിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കൂടപ്പിറപ്പാണ്. കാരണം ഇത്രയധികം പൈസ പട്ടാളത്തിന് മാറ്റിവെക്കുമ്പോൾ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. പിന്നെ ധാരാളം കാര്യങ്ങൾ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. ചൈനയാണ് ഒരു വലിയ റോഡ് പണിയുന്നതും അതിനവിടെയുള്ള പവർ ഇലക്ട്രിസിറ്റി പ്രോജക്ട്സും എല്ലാം കൊണ്ടുവരും. ഇതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോഴും നയതന്ത്ര രംഗത്ത് അവർക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്നതിന് നമ്മൾ അത് അംഗീകരിക്കണം, അതുണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഇതൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആവും എന്നുള്ള ചോദ്യത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയുടെ നയത്തിൽ ട്രംപ് ഭരണകൂടം വരുത്തിയിട്ടുള്ള ഈ ഒരു മാറ്റം, ആ ചിന്താഗതിയിൽ വരുത്തില്ല, ഒരു ഭരണാധിപൻ്റെ മാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരു അമേരിക്കയുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അല്ല അവിടെ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ പശ്ചിമേഷ്യയിൽ കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് ചെയ്യാമെന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയ്ക്കൊരു ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനൊരു അണുബോംബ് കയ്യിലുണ്ടെന്നുള്ളൊരു മികവ് മാത്രമേ അവിടെ കാണിക്കാനുള്ളൂ. ഒരു അണുവായുധ യുദ്ധം വരികയാണെങ്കിൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇസ്രായേലിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു
മേനി കാണിക്കാനുള്ള വിജയങ്ങൾ അവർ കൊയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻ ദ ലോങ് റൺ എന്ന് പറയില്ലേ, നമ്മളൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ പിടിച്ചു വെക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള കെൽപ്പ് പാകിസ്ഥാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗദിയും യു എയും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാവുകയും അപ്പോൾ ആ സമയത്ത് ഒപ്പക്കയിൽ നിന്ന് യു എ പുറത്തു വരുന്നു. അവിടെ ഒരു ചെറിയ ഒരു സംഘർഷം വരെ തമ്മിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു യു എ അവിടെ നിന്നുള്ളൊരു വരവ് ആ സമയത്ത് വലിയ ചർച്ചയുമായിരുന്നു. അപ്പോൾ സൗദി പാകിസ്ഥാൻ അടുക്കുന്നു, യു എ ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നു എന്നൊരു ഇതവിടെ വരുന്നുണ്ടോ? ഈ രാജ്യങ്ങളെല്ലാമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. 2 കാരണങ്ങൾ കൊണ്ട്. കാരണം നമ്മൾ ധാരാളം എണ്ണ മേടിക്കുന്നുണ്ട്. അവരുടെ എല്ലാം സാമ്പത്തിക രീതി അല്ലെങ്കിൽ സമ്പദ്ഘടന നിലനിൽക്കുന്ന എണ്ണയിൽ നിന്നാണ്. അപ്പോൾ ഒരു വലിയ ബയറാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയായിട്ട് നല്ല ബന്ധമുണ്ട്. 2 ധാരാളം ഇന്ത്യക്കാരോട് ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധമൊന്നും അവർക്കും അങ്ങോട്ട് ഒരു രാത്രി കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാനായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ ഉടമ്പടിയുടെ ശേഷം സൗദി ഇന്ത്യ ബന്ധത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഒരുമിച്ചുള്ള സൈനിക മിലിറ്ററി എക്സസൈസസ് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ബാക്കിയുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ബാക്കി ഭരണാധികാരി തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തന്നെ നിൽക്കുന്നുണ്ട്. യു എ പുറത്തു വന്നത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ കുറച്ചും കൂടി ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, ഇവർ ഓയിൽ പ്രൈസ് വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നില്ല, അതുകൊണ്ടാണ് ഓയിലിൻ്റെ വില കൂടുന്നത് എന്ന് ട്രംപ് ഭരണകൂടത്തിനൊരു പരാതി ഉണ്ടായിരുന്നു. ആ സമയത്താണ് യു എ പുറത്തേക്ക് വന്നത്. അപ്പോൾ അത് ഒരു അമേരിക്കയുടെ ഒരു കുത്തിത്തിരിപ്പായിട്ടും കൂടി കാണുന്നവരുണ്ട്. കാരണം സൗദിയുടെ അതിൻ്റെ മുകളിലുള്ള ഒരു എന്താ പറയുക, ഒരു ഓവർവെൽമിങ് പവർ എന്ന് പറയുക, വില നിർണ്ണയത്തിൽ സൗദിക്കുള്ള ഒരു വലിയ പങ്ക്. കാരണം പലപ്പോഴും ഈ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സൗദി അറേബ്യ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആ വില നിർണ്ണയിക്കൽ ഗണ്യമായ പങ്കുണ്ടായിരുന്നു. അത് മാറ്റാൻ അത് യു എക്ക് ചെറുക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർ മാത്രമല്ല വിലയ്ക്കുള്ളത് സൗദി അറേബ്യ മാത്രം തീരുമാനിച്ചാൽ പോരാ എന്നുള്ള രീതിയിലാണ് ഒപ്പക്കിൽ നിന്നവർ പുറത്തേക്ക് വന്നത്. സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സൗദി അറേബ്യ ഒരു വലിയ രാജ്യമാണ്, യു എ ഒരു ചെറിയ എമിറേറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടതുണ്ട്. 4 എമിറേറ്റുകൾ ചേർന്നൊരു ചെറിയ രാജ്യമാണ് യു എ. അപ്പോൾ അവർക്ക് സൈനികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സൗദി അറേബ്യയായിട്ട് പിടിച്ചേക്കാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് ഒരു രീതിയിൽ ഈ പറയുന്ന മാതിരി അവരുടേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ശക്തി തെളിയിച്ചുകൊണ്ട് സൗദിയുടെ പാതയിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് അവരിപ്പോൾ ചെയ്യുന്നത്. പ്രധാന പോയിന്റിലേക്ക്, അതായത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് അതാണൊരു വലിയ ഘടകം. നമ്മളെ സംബന്ധിച്ച് അതാണല്ലോ പ്രധാനം. അപ്പോൾ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സൗദിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തുർക്കിയായിട്ട് അത്ര നല്ല കണ്ടീഷനിലല്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ഒരു ടീമിൻ്റെ ഭാഗമാകുന്നു. പാകിസ്ഥാന് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്നു. ട്രംപ് ഇന്ത്യയുമായിട്ട് ഒരു തെറ്റലാണ്, അങ്ങനെ ഒരു ഇതിലില്ല. ആകെ ഒരു ഇസ്രയേലിൻ്റെ ഇത് മാത്രമേ ഇന്ത്യയോടൊരു കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ ലോകക്രമത്തിൽ വന്ന വലിയ മാറ്റം. ബംഗ്ലാദേശ് ഒരു കാലത്ത് ഇന്ത്യക്കൊപ്പം നിന്നതായിരുന്നു. ഇപ്പം ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരാണ്. അഫ്ഗാൻ ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല, ഇപ്പോൾ അഫ്ഗാൻ ഇന്ത്യക്ക് അനുകൂലമാണ്. അപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതുമാത്രമല്ല, ഇന്ത്യ അസർബൈജാൻ അർമീനിയ വിഷയത്തിൽ അർമീനിയയ്ക്കൊപ്പം ഇന്ത്യ നിൽക്കുന്നുണ്ട്, വിയറ്റ്നാമിന് ഇത് കൊടുക്കുന്നുണ്ട്, സൈപ്രസിൽ ഇടപെടുന്നു. ഇങ്ങനെ ഒരു ഇന്ത്യയും ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്ന പോലെ ഒരു ഇതുകൊണ്ട് ഇന്ത്യക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി, ഒരു സാറിൻ്റെ അഭിപ്രായം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയുടെ നയത്തിൽ വരുന്ന വ്യത്യാസമാണ്. കാരണം കഴിഞ്ഞ 2 ദശാബ്ദങ്ങൾ, അതായത് ഈ നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് വരികയായിരുന്നു. ഈ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഊഷ്മളമായതോടെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു തുടങ്ങി, വിള്ളൽ വീണു തുടങ്ങി. അതോടെയാണ് 2008 മുതലാണ് നമ്മൾ ആ സിവിൽ ന്യൂക്ലിയർ ഡീൽ ഒപ്പുവെച്ച വർഷം തൊട്ടാണ് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു കൊടുത്തൊരു വിലയാണിത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് അമേരിക്ക ബന്ധത്തിലൊരു മാറ്റം വരുത്തുന്നു. ചൈനയായിട്ട് പഴയ ഊഷ്മളത പെട്ടെന്ന് കൈവരിക്കാൻ സാധിക്കില്ല അതോടെ ഇരിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ, നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു ക്ഷീണമാണെന്ന് തന്നെ പറയാം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു വലിയ ഇതുവരെ അവർക്ക് വേണ്ട പിന്തുണയും സഹായവും എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അവിടെ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ വന്നപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കാലക്രമേണ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് കാണേണ്ടത്. കാരണം ബംഗ്ലാദേശിനും നേപ്പാളിനും ഇന്ത്യ ആവശ്യമാണ്, ഇന്ത്യയ്ക്ക് അവരെ ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എത്ര വന്നു കഴിഞ്ഞാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് സഹായമോ കൊടുക്കുമെങ്കിലും ഇന്ത്യ കൊടുക്കുന്ന പോലെ ഒരു സഹായമോ അടുപ്പോ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയൊരു
നല്ല രീതിയിലേക്ക് വരാൻ സാധിക്കുന്നു തന്നെയാണ് കരുതുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതിൽ അഫ്ഗാനുമായിട്ട് നമുക്ക് നല്ല ബന്ധം കൊണ്ടുവരാൻ സാധിക്കും, തൽക്കാലത്തേക്ക് സാധിച്ചേക്കും. പക്ഷേ താലിബാൻ ഭരണകൂടം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഒരു റിഗ്രസീവ് എന്ന് വിളിക്കാവുന്നൊരു ഭരണകൂടമാണ്. സ്ത്രീകൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അതുമാതിരി അവർ ഇതുവരെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കാശ്മീർ പ്രസിഡൻസൊക്കെ പലപ്പോഴും താലിബാൻ എടുത്തിട്ടുള്ള നടപടികൾ നോക്കുകയാണെങ്കിൽ നമുക്കവരൊരു സ്ഥായിയായൊരു സുഹൃത്തായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ചെറിയ ഊഷ്മളത, അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലുള്ളൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അതൊരു നല്ല ഊഷ്മളമായിട്ടുള്ള ബന്ധമായിട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ബംഗ്ലാദേശും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ ഒരു വ്യത്യാസം മാറി നന്നാവുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കൂടുതൽ ഊഷ്മളതയ്ക്ക് സ്ഥാനം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നയം എപ്പോഴും വളരെ കൃത്യമായിട്ട് നടത്താനേ നമുക്ക് സാധിക്കുകയുള്ളൂ. തുർക്കി കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പം കാണിച്ചു. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചെറിയൊരു ഞെട്ടലോളമായി. കാരണം തുർക്കി പെട്ടെന്ന് ഒരു പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ട ആവശ്യം എന്താണെന്ന് അത് ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ എർദോഗാനും ഭരണാധികാരും തമ്മിലുള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തുർക്കിയ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൂടെ അല്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ ഈ സൈനിക കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു സഖ്യത്തിനെ വകവയ്ക്കാതെ തന്നെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കഴിയുന്നത്ര രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വളർച്ച. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ജോലി വേണം, ഇവിടെ ആവശ്യത്തിനുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കണം. ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാകാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയധികം ജനങ്ങൾക്ക് ജോലിയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ഏറ്റവും ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ എല്ലാ രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം വെച്ചാൽ മാത്രമേ നമുക്കതിൽ വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല വാണിജ്യ ബന്ധം ഉണ്ടായാൽ മാത്രമേ സമ്പദ്ഘടന വളരുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ല ബന്ധം നിർത്താനായിരിക്കും സർക്കാർ നോക്കുക. ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് പറയാൻ രസമാണ്. ആ ഇത് പരിഹരിക്കാൻ നമ്മൾ മുൻകൈ എടുത്തെന്ന് പറയാനൊക്കെ രസമാണ്. പക്ഷേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിജയം കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാൻ മുൻകൈ എടുത്താണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം. അത് തീർന്നോ? അത് തീരുന്നില്ല. കാരണം അതിൻ്റെ കാതലായ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുമാതിരി തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധവും. റഷ്യയായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ആ നല്ല ബന്ധം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഞാനെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമാണ്, കഴിയുന്നത്ര രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ചിലപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും. പക്ഷേ അന്താരാഷ്ട്ര രാഷ്ട്രീയം വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ വരുമ്പോൾ, നയതന്ത്ര രംഗത്ത് വരുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. ചൈന അതല്ലേ ചെയ്യുന്നത്, അമേരിക്ക അതല്ലേ ചെയ്യുന്നത്, യൂറോപ്പിൽ ഓരോ രാജ്യവും അതല്ലേ ചെയ്യുന്നത്, റഷ്യ അതല്ലേ ചെയ്യുന്നത്. നമ്മൾ മാത്രം ആദർശം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറ് കറയില്ല. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഏതാണോ നല്ലത് ആ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഈ കഴിഞ്ഞ യുദ്ധത്തിൻ്റെ, അതായത് ഹോർമൂസ് കടലിടുക്ക് അടച്ച ഒരു സമയത്ത് അന്ന് ഇവിടെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാര്യം LPG നിന്ന് പോകുമോ, അല്ലെങ്കിൽ പെട്രോളില്ലാത്ത സാഹചര്യം ഉണ്ടാവുമോ, അങ്ങനെയൊരു പക്ഷേ സത്യത്തിൽ അങ്ങനെയൊരു ഭീഷണികൾ ഒന്നും നടന്നില്ല. അത്യാവശ്യം വലിയ പരിക്കില്ലാണ്ട് നമുക്ക് മുന്നോട്ട് വില കൂടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും വലിയ പരിക്കില്ലാതെ, സപ്ലൈയിൽ വലിയൊരു പ്രശ്നം വരാതെ, ഒരു മാന്ദ്യം ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് എങ്ങനെ കാണുന്നു? അത് വലിയ നേട്ടമാണ്. കാരണം ലോകത്തെല്ലായിടത്തും എണ്ണയുടെ വില കൂടി. നമ്മുടെ ഇപ്പോൾ ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒരു കൺട്രോൾഡ് ഇതിലാണ്, നിയന്ത്രിതമായിട്ട് നിർത്തുന്നതുകൊണ്ട് വില ഇത് മുഴുവനായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ അതിലും പ്രധാനം നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് LPGയുടെ കാലത്തൊരു ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതും ഗവൺമെൻറ് നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ താല്പര്യം നോക്കി തന്നെ ചെയ്യണം. കാരണം ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് മാത്രം നമ്മൾ പട്ടിണിയിലാവാനോ അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാവാനോ പാടില്ല. അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റ് സോഴ്സസ് നമ്മൾ കാണണം. അപ്പോൾ അമേരിക്കയായിട്ട് ട്രംപ് ടാരിഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്തത് എന്താണ്? വേറെ വിപണി കണ്ടെത്തുവാനായിട്ട്. ഞാനിപ്പോൾ മത്സ്യ സമ്പത്ത് കയറ്റുമതി മേഖലയായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയ മാർക്കറ്റ് 40% കയറ്റുമതി അങ്ങോട്ട് പോയത്. അവിടെ ടാരിഫ് എന്നപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ യൂറോപ്യൻ മാർക്കറ്റ് തുറക്കുകയാണ് ചെയ്തത്. അതിനാണ് സർക്കാർ മുൻകൈ എടുത്തത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം, അതിനു മുമ്പത്തെ വർഷത്തെ എല്ലാം റെക്കോർഡ് എക്സ്പോർട്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ നീങ്ങണം. ആ അവസരങ്ങൾ നമ്മുടെ വാണിജ്യ മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും തുറന്നു കൊടുക്കണം. ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു മേഖലയിലോ മാത്രം പൂർണ്ണമായി ആശ്രയിക്കാതെ
ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും നമുക്ക് കയറ്റി അയക്കാനായിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ ആവശ്യമുള്ള രീതിയിലുള്ള നല്ല ബന്ധം ആ ഗുഡ് വില്ലും സൃഷ്ടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൂടുതൽ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുകയാണ്, അതായത് ഈ ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ 20-ൽ താഴെയോ മറ്റോ രാജ്യങ്ങളിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടത്. ഇപ്പോൾ അത് 40-ന് മുകളിലേക്ക് പോയി. അങ്ങനെ തമാശയ്ക്ക് പറയുന്ന പോലെ 2 ലിറ്റർ കിട്ടിയാൽ 2 ലിറ്ററെങ്കിൽ 2 ലിറ്റർ എന്നുള്ള രീതിയിൽ മാറി എന്നുള്ളത് പലപ്പോഴും പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതിലെന്താണ് തെറ്റുള്ളത്? നമുക്ക് ഇവിടെ ആവശ്യമുള്ളതാണ്. നമ്മുടെ ഇറക്കുമതി ബില്ലിൽ ഏറ്റവും വലിയ ഘടകം എന്താണ്? ഓയിലാണ്. അപ്പോൾ ഓയിൽ നമ്മൾ ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ നാളെ ആ സ്രോതസ് അടഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പറഞ്ഞൊരു ഹോർമോസ് കടലിലൂടെയൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെ ഒരു രാജ്യത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നത്ര ബ്രോഡ് ബേസ് ചെയ്യുക, അതാണ് അതിൻ്റെ തന്ത്രം. റഷ്യയിൽ നിന്ന് നമ്മളിപ്പോൾ കൂടുതൽ മേടിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 100% തീരുവയൊക്കെ ഇടുന്നുള്ളൊരു ഭീഷണി നിലനിൽക്കെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കും. കാരണം നമ്മുടെ താല്പര്യം, നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഒരു മിതമായ നിരക്കിൽ നമുക്ക് ആവശ്യമുള്ള ഓയിൽ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ കടപ്പാട് രാജ്യത്തെ ജനങ്ങളോടാണ്. അത് നിറവേറ്റുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിപ്പോൾ റഷ്യയിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും പശ്ചിമേഷ്യയിൽ നിന്നായാലും എവിടെ നിന്നാണോ ലാഭത്തിന് കിട്ടുന്നത്, ആവശ്യത്തിന് കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അതാണ്. കാരണം ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ ഇത് നിൽക്കുന്നുണ്ടോ, അതിന് ചിലപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടിയെന്നിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് ആ സമയത്തിന് എത്തിക്കാനായിട്ട് സാധിച്ചു. അത് സർക്കാരിൻ്റെ ഒരു വലിയ കഴിവാണ്. ഈ ട്രംപിൻ്റെ ഒരു വ്യത്യസ്തമായ, അതായത് ട്രംപ് വന്ന സമയത്ത് ഇന്ത്യ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വായിച്ചിരുന്നത്, ഇന്ത്യയുമായി നല്ല ബന്ധം മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ ബന്ധം അങ്ങ് ഇല്ലാതാവുകയായിരുന്നു. നേരത്തെ സാറുമായിട്ടുള്ളൊരു ചർച്ചയിൽ അന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നില്ല, പക്ഷേ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറി വരുന്നത്. മാത്രമല്ല, ഒരു ഭരണാധികാരിക്ക് ചേരുന്ന വിധത്തിലൊന്നും അല്ലാതെ ഓരോ ദിവസവും മാറ്റുന്ന ഒരു നിലപാടുകളുമായിട്ട് ട്രംപ് വരികയും ചെയ്തു. പലപ്പോഴും ഇന്ത്യയെ വളരെ മോശമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇന്ത്യ മറുപടി ഒന്നും കൊടുത്തില്ല. നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് മറുപടിയേ ഉണ്ടായിട്ടില്ല. അപ്പോൾ നരേന്ദ്രമോദി ട്രംപിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ട്രംപിൻ്റെ 2ാം ഊഴമാണ്. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ലെങ്കിൽ അന്നത്തെ ഭരണ സംഹിതയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് സാധിക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യുന്ന തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത്. ഒന്ന്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അധികാരം എന്താണെന്ന് അറിയാം, എവിടെ ഉപയോഗിക്കണം, ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗവും ദുരുപയോഗം എല്ലാം നടത്താനായിട്ടുള്ള ആ മാനസികാവസ്ഥയിലാണ് അദ്ദേഹം വരുന്നത്. 2, ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സിലേക്കുള്ള ഇലക്ഷനോ എന്തൊരു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷനോ നിന്നിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടില്ല. ഇതൊരു കച്ചവടക്കാരനാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വന്നാണ്. ഒരു TV റിയൽ ടൈം എന്തോ ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരെ വരുന്ന പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം രാഷ്ട്രീയക്കാരൻ്റെ അല്ല, കച്ചവടക്കാരൻ്റെ മനോഭാവം. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള മുട്ടാളത്തരവും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ട്രംപും പ്രധാനമന്ത്രി മോദി ആയിട്ടുള്ള അടുപ്പം കാരണം ഇന്ത്യക്കൊരു നല്ല ഇത് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കച്ചവട കണ്ണോട് കൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്ത്യക്ക് എപ്പോഴും സാധിച്ചൊന്നും വരില്ല. നമ്മളിതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അദ്ദേഹം ഇടപെട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ സർക്കാരിന് സാധിക്കുമോ? ഇല്ല. അതല്ല വാസ്തവം. യുദ്ധം അവസാനിപ്പിച്ചാൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ നിർത്തി എന്നുള്ളൊരു നിലപാടിൽ ഇന്ത്യൻ സർക്കാരിന് പുറകിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം, ഇത്രയധികം ലോകത്ത് പലയിടത്തും നാശം വധിക്കുന്ന ഒരു വ്യക്തിക്ക് നോബൽ സമ്മാനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ വ്യവസ്ഥയിൽ അത് സാധിക്കും, പാകിസ്ഥാന് സാധിക്കും. അപ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എവിടെ നിലനിൽക്കുന്നു എന്നാണ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാൾ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് സ്വന്തം സ്വത്ത് 4 ഇരട്ടി വർദ്ധിക്കുക എന്നുള്ളത്? $600 മില്യൺ എന്നുള്ളത് $2.4 ബില്യൺ ആക്കി വർദ്ധിച്ച ഒരു ചരിത്രമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. ആ രീതിയിൽ ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്താധാരയായിട്ട് ചേർന്ന് പോകാനായിട്ടോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ നയങ്ങൾ വ്യക്തമാക്കുക. ഒരു ട്രേഡ് ട്രീറ്റി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രേഡ് ട്രീറ്റി നെഗോഷിയേറ്റ് ഇപ്പോൾ 18% ആദ്യം കൊണ്ടുവന്നു. എപ്പോഴാണ് കൊണ്ടുവന്നത്? നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഒരു കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഉടനെ പറഞ്ഞത് ഞാനും ഇത് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വാതിൽ അടയുമ്പോൾ വേറെ പല വാതിൽ തുറക്കാൻ സാധിക്കും.
എന്നുള്ളൊരു സന്ദേശം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ 100% അത് അദ്ദേഹമല്ല ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അവിടുത്തെ സെനറ്റും കോൺഗ്രസ്സാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതി അവിടെയുള്ള സാമാജികർക്ക് വരെ കിട്ടിയതാണ് കാണിക്കുന്നത്. അവരംഗീകരിച്ചു ഇപ്പോൾ. അവരംഗീകരിക്കുകയാണ്. കാരണം രാജ്യത്തിനുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് സാമാജികർ, അല്ലേ? അമേരിക്ക തീരുവ കൂട്ടുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ആർക്കാ അതിൻ്റെ ദുരനുഭവം ആർക്കാണ് ഉണ്ടാവുന്നത്? അവിടുത്തെ ജനങ്ങൾക്കാണ്. സാധനങ്ങളുടെ വില കൂടും. അല്ലാതെ ഈ 100% ആയിക്കഴിഞ്ഞാൽ 100% ഡ്യൂട്ടി കൊടുത്താണ് ഇന്ത്യക്കാരൻ അങ്ങോട്ട് അല്ല. അപ്പോൾ അവസാനം ആ വിപണിയിൽ ഇറങ്ങുന്ന സാധനങ്ങൾക്ക് വില കൂടുകയാണ് ചെയ്യുന്നത്. അതും എന്ത് കാരണം കൊണ്ട്? റഷ്യയിൽ നിന്നുള്ള എണ്ണ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കീഴടങ്ങാൻ സാധിക്കുമോ? നമ്മൾ ഏത് സ്രോതസ്സിൽ നിന്ന് എണ്ണ മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കണം നമ്മളല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു അമേരിക്കൻ പ്രസിഡൻറ്റിനോ അമേരിക്കയിലെ നിയമനിർമ്മാണ സഭയ്ക്കോ തീരുമാനിക്കാൻ പറ്റുമോ? നാളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അമേരിക്ക വെനിസ്വേലയിൽ കയറി ചെയ്യരുത്? പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു മുട്ടാളത്തരം, ആ ഒരു രീതിയിലുള്ള ഇടപെടൽ അംഗീകരിക്കാൻ ഒരു ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യക്കോ ഇന്ത്യയിലെ ഭരണാധികാരികൾക്കോ സാധിക്കില്ല. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇല്ല എന്നുള്ളത് ഉവ്വ എന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നതാണ് ഡിപ്ലോമസി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് വളരെ തന്ത്രപരമായിട്ട് ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഡിപ്ലോമസി. ഇത് ട്രംപിൻ്റെ വാക്കുകൾ ഡിപ്ലോമസി ഉണ്ടോ? ഇല്ല. ഏറ്റവും പരുഷമായ ഭാഷയിൽ ഏറ്റവും ആൾക്കാരെ കളിയാക്കുന്നില്ല. ഇപ്പം അത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് എന്താണ് പറഞ്ഞത്? അത് നമ്മൾ അദ്ദേഹത്തെ ഓരോരുത്തരോടും പറയുന്ന രീതി എങ്ങനെയാണ്? സൗദിയോട് പോലും മോശമാക്കി. ഏറ്റവും നല്ല ബന്ധമാണ് അമേരിക്കയും കാനഡയും തമ്മിൽ. ഗവർണർ ട്രൂഡോ കംസ് ടു മീറ്റ് മീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രാജ്യത്തെ മുഴുവനാണ് അവഹേളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയോട് അതേ തരത്തിൽ പെരുമാറാനായിട്ട് സാധാരണ ഭരണാധികാരികൾക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ നയം ആ ഒരു ഇതിൽ അതിന് പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഭരണകൂടവും നമ്മുടെ പ്രധാനമന്ത്രിയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്, ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഇതിനിടയിലൊക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ അത് പ്രശ്നം, ഇത് പ്രശ്നം, നമ്മൾ നിർത്തി റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തോളാൻ, 2 ആഴ്ച കഴിഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പ്രസ്താവന വരുന്നത്. അങ്ങനെ പ്രസ്താവന വരുന്നത് ഇന്ത്യ മറുപടി കൊടുക്കുന്നില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഇറക്കുമതി നിർബാധം തുടരുകയും ചെയ്യുകയാണ്. പക്ഷേ ഇത് പുറത്തു വരുമ്പോൾ, രാഷ്ട്രീയമായിട്ട് പ്രചാരണങ്ങളിലേക്ക് വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയോ ആയിട്ട് വരികയും ചെയ്യുന്നു. പക്ഷേ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ഈ മാസം ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നാണ് ഈ വാർത്തയും വരുന്നു. ഈ നമ്മൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഡൊമസ്റ്റിക് പോളിറ്റിക്സ്, ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഉണ്ടാകുന്ന വിനയങ്ങളാണ്. അത് പണ്ടൊന്നും അങ്ങനെ ഇത്ര ഇതായിട്ട് ചെയ്യാറുണ്ടായില്ല. കാരണം സർക്കാരാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് നമ്മുടെ വിദേശകാര്യ ബന്ധം ചെയ്യേണ്ടത്. കാരണം വിദേശകാര്യ ബന്ധം നമ്മൾ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, വേറെ പല ഘടകങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഹമാസ് കയറി ഇസ്രയേലിനെ ആക്രമിക്കുന്നു? പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ റഷ്യ കയറി യുക്രൈനോട് യുദ്ധം ചെയ്യുന്നു വിചാരിച്ചു. അപ്പോൾ യുക്രൈൻ ഇത്രയും കാലം വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ നിന്ന് കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല പലതും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇതിനോട് പ്രതികരിക്കുക എന്നുള്ള സർക്കാർ ജനങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് ആലോചിച്ച് ആണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക പറഞ്ഞപ്പോൾ ഉടനെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്രോതസ്സുകളിൽ നിന്ന് മേടിക്കാൻ നമുക്ക് അധികാരമുണ്ട്. അത് നമ്മൾ ഒരിക്കലും അടിയറവ് പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ തെളിയിക്കുന്നു. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരാതിരിക്കുകയാണ് കൂടുതൽ ഉചിതമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അത് നമ്മുടെ ഒരു ജനാധിപത്യ സംഹിതയിൽ അതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവസാനമായിട്ട് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ നന്മയ്ക്ക് ലക്ഷ്യമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കുന്നതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മറക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഒരു പേരാണ് ചൈന എന്നുള്ള ഒരു വലിയ രാജ്യം. കഴിഞ്ഞ ചർച്ചയിൽ ഏകദേശം ചൈനയുമായി നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്ന രീതിയിലൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. കാര്യം ആ രീതിയിൽ പതിയെ മാറുന്നൊരു സാഹചര്യം. അന്ന് സാർ പറയുകയും ചെയ്തു, ചൈനയുമായിട്ട് എല്ലാ കാലത്തും അങ്ങനെ വിരോധത്തിൽ മുന്നോട്ട് പോകേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്ന് പറയുകയും ചെയ്തു. ചൈനയുടെ നിലപാടുകൾ സാർ നേരത്തെ പറഞ്ഞ പോലെ, ചൈന സ്വന്തം കാര്യമല്ലാതെ വേറൊന്നും നോക്കില്ല. ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് പോയി ഇടപെടാതെ അവരുടെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ചൈനയെ സംബന്ധിച്ച് അവർ വളരെ വ്യക്തമായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആർക്കും ഈ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്, അന്താരാഷ്ട്ര സമുദ്രത്തിൻ്റെ മുകളിൽ ചുങ്കം അല്ലെങ്കിൽ തടസ്സം ഏർപ്പെടുത്താൻ ആർക്കും പാടില്ല. അത് അവരുടെ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഇതാണ്. 2, യുദ്ധം എവിടെയും നടക്കരുതെന്നുള്ളൊരു വളരെ ജനറൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കുചേരാനായിട്ടോ ഇതിനൊന്നും അവർ പോയിട്ടില്ല. പലപ്പോഴും പറയേണ്ട ഇറാന് ചൈന സഹായം കൊടുക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും സാറ്റലൈറ്റ് പിക്ചേഴ്സ് കൊടുക്കുന്നതൊക്കെ നമ്മൾ വളരെ അനൗദ്യോഗികമായ തലത്തിൽ ഉള്ള വാർത്തകൾ
ചിലപ്പോൾ ഗോസിപ്പായിരിക്കാം, അത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ചൈന ഇന്ന് വിട്ട് നിൽക്കാനായിട്ട്, ഔദ്യോഗികമായിട്ട് ഇതിൽ നിന്ന് വിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. റഷ്യയായിട്ടുള്ളത് തന്നെ അതുപോലെ തന്നെയാണ്. അവർ റഷ്യയ്ക്ക് ആവശ്യമുള്ള ചില സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കായാലും വേറൊരു കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെൻറ്റിലേക്ക് പോയിട്ടില്ല. പുടിനും ഷീ ജിൻപിങ്ങും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളൊരു വസ്തുവായിരിക്കെ തന്നെ അവർ അതിലേക്ക് വേണ്ടി പോയിട്ടില്ല. പിന്നെ എപ്പോഴും ചൈനയുടെ ഫോക്കസ് അവരുടെ ഉള്ളിലേക്കാണ്. കാരണം അവിടെയുള്ള ഭരണകൂടത്തിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ പേടി 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന പോലെ ഇവർ തകരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭരണം എത്രത്തോളം നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകും നോക്കുക, ജനങ്ങൾക്കിടയിൽ ഒരു വിഘടന ചിന്താഗതി വളരാതിരിക്കാം, ഇതിലാണ് ഭരണകൂടം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിക്കറാഗ്വയെന്നോ അല്ലെങ്കിൽ വെനിസ്വേലയിൽ നിന്നോ ഒരു ഭരണാധികാരിയെ മാറ്റിയുകൊണ്ടോ അല്ലെങ്കിൽ ഇറാൻ്റെ മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ടോ ചൈന ഇളകാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ഇതില്ല, കാരണം കടലിടുക്കുകൾ വഴിയുള്ള ചരക്ക് നീക്കം മുടക്കുകയാണെങ്കിൽ നാളെ മലാക്ക തുരുത്തിലോ അത് വരാമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വളരെ ഇതായിട്ട് പറയുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന്. രണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ ശക്തിയായിട്ട് ചൈന വളർന്നു വന്നു. ഇന്ന് അവർക്ക് എല്ലാ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പല മേഖലകളിലും മുൻകൈയുണ്ട്. ഒരാളുടെ അമേരിക്കയിൽ മാത്രം കുത്തുകയായിരുന്നു. ഇപ്പം നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും അവർക്ക് വളരെയധികം മുമ്പോട്ട് പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാർമ ഇതിൽ നമ്മൾ പല മരുന്നുകളുടെയും ആവശ്യമുള്ള ഏറ്റവും കീ ഇൻഗ്രീഡിയൻസ് ചൈനയിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് ചൈനയായിട്ട് സഹകരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വാണിജ്യ വ്യവസായ മേഖല സഹകരണത്തിനുള്ള ഒരു അന്തരീക്ഷം സർക്കാർ ഉണ്ടാക്കണം. അതിർത്തി തർക്കം നമ്മുടെ ഒന്നും ജീവിത കാലഘട്ടത്തിൽ പരിഹരിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കൂട്ടുപിണഞ്ഞ് കിടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ കുറച്ച്, ഞാൻ പറഞ്ഞ അതിർത്തി വിട്ടുകൊടുക്കണം എന്നല്ല പറഞ്ഞത്, അതിൽ നിന്നുള്ള ശ്രദ്ധ കുറച്ച് കൂടുതൽ നമ്മൾ വാണിജ്യ വ്യവസായ മേഖലയിലേക്കുള്ള സഹകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇരു കൂട്ടർക്ക് നല്ലതായിരിക്കും. ചൈന ഇന്ത്യയെ കാണുന്ന ഒരു വലിയ വിപണിയായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ചൈനയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഇതുമാതിരി ഈ വ്യവസായ വൽക്കരണത്തിനും അതുമാതിരി നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ആവശ്യമുള്ള ധാരാളം കാര്യങ്ങൾ ചൈനയിൽ നിന്ന് നമുക്ക് നേടാനും സാധിക്കും. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശത്രുതാപനോഭാവം കൈവിടിഞ്ഞ് സഹകരണത്തിന് നമ്മൾ തയ്യാറാവണം. റഷ്യയുമായി ഈ അടുത്ത സമയത്തൊരു ചർച്ച വന്നിരുന്നു, ഒരു റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച റഷ്യ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു റെയിൽവേ ലൈൻ വലിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ റഷ്യയുമായി ആ ഒരു ബന്ധം അതിനൊരു ഇതുവരെ ഉലച്ചിലൊന്നും തട്ടിയിട്ടില്ല എന്ന് കരുതാം. റഷ്യയായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നിൽക്കുന്നുണ്ട്. കാരണം ഇത് സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് തുടങ്ങി നമ്മൾ ഏറ്റവും അധികം സൈനിക ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന റഷ്യ എന്നാണ്. കാരണം നമുക്കിപ്പോൾ സൈന്യം ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നൊരു പടക്കവും മാറണമെങ്കിൽ വർഷങ്ങളെടുക്കും. കാരണം അതിൻ്റെ പാർട്സ് അതിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്ത് വരണമെങ്കിൽ വലിയ മാറ്റമാണ്. അപ്പോൾ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ പലതിൻ്റെയും ഇപ്പോഴും സർവീസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയായിട്ട് നമുക്ക് അത്രയ്ക്കധികം ആഴത്തിലുള്ള സൈനിക ബന്ധമുണ്ട്, അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. അതൊന്ന്. രണ്ട്, ഇന്നും ലോകത്തിലൊരു വലിയ ശക്തി തന്നെയാണ് റഷ്യ. അപ്പോൾ റഷ്യയിൽ നിന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണയുടെ എല്ലാം സ്രോതസ്സാണ് റഷ്യ, പ്രകൃതിവാദത്തിൻ്റെ സ്രോതസ്സാണ് റഷ്യ. അപ്പോൾ ആ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് വരുമ്പോൾ അവർ ഉക്രൈനുമായുള്ള യുദ്ധം നിലനിൽക്കെ തന്നെ ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെയെല്ലാം സുരക്ഷിതമായിട്ട് എത്തിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചത് ഒരു വലിയ പരിധിവരെ റഷ്യയായിട്ട് ബന്ധം നിൽക്കുന്നതുകൊണ്ട് കൂടി തന്നെയാണ്. കാരണം യുദ്ധം തുടങ്ങിയ സമയത്തായിരുന്നു റഷ്യ വലിയ നീക്കങ്ങൾ നടത്തിയ സമയത്തായിരുന്നു ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണമെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഇസ്രയേലും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം പരസ്യമായിട്ട് തന്നെ പറയുകയാണ്, ഈ ഇന്ത്യ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഇസ്രയേലിൻ്റെ നെതന്യാഹു പറയുകയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? സുരക്ഷാ മേഖലയിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ഇന്ന് സഹായം നൽകുന്ന രാജ്യം ഇസ്രയേലാണ്. അതിൻ്റെ മെച്ചം നമുക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ ടിൻഡർ ബോക്സ് എന്ന് പറയാവുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ധാരാളം അക്രമികളും കലാപകാരികളും ടെററിസ്റ്റുകളും എല്ലാം ചുറ്റുമുള്ളൊരു മേഖലയിലാണ്. അപ്പോൾ സദാ ജാഗരൂകരായിരിക്കുന്ന ഒരു പോലീസ് സേനയും അതുപോലെ തന്നെയുള്ള സൈന്യവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ എപ്പോഴും നമുക്ക് ഏറ്റവും മുമ്പിട്ട് വയ്ക്കുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആവശ്യമുണ്ട്. അവിടെ ഈ മേഖലയിൽ പ്രാവീണ്യം ലഭിച്ചൊരു രാജ്യമാണ് ഇസ്രയേൽ. നമുക്ക് സഹകരണമുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. അതിൻ്റെ മെച്ചങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സുരക്ഷിതമായി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ പങ്ക് വരെ അത് ഇസ്രയേലായിട്ടുള്ള നല്ല ബന്ധം കൊണ്ടാണെന്നുള്ളൊരു
കാര്യമുണ്ട്. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാവും. ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാവും എന്നുള്ള അദ്ദേഹം ഒന്ന് കയറ്റി പറഞ്ഞായിരിക്കും. പക്ഷേ നല്ല ബന്ധമുണ്ടെന്നുള്ളൊരു വസ്തുത നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സർക്കാർ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് ആലോചിച്ച് ചെയ്യണം. ഇപ്പോൾ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആദർശങ്ങളും നയങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് നിന്ന് അവരുടെ നയങ്ങളിൽ നിന്നും അവിടെയുള്ള സാങ്കേതിക മികവിൽ നിന്ന് എന്ത് നമുക്ക് ഉപയോഗപ്പെടുന്നോ അതെടുക്കാനായിട്ട് നോക്കുക. എല്ലാ കാര്യങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല. പണ്ട് ചേരിചേരായൊക്കെ ഉണ്ടായിരുന്ന കാലമല്ല ഇത്. ഇന്ന് കാലം മാറിപ്പോയി. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ അടുത്ത് നമുക്ക് ഈ സുരക്ഷയുടെ കാര്യത്തിൽ സഹകരണം കൊണ്ട് നമുക്ക് മെച്ചമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കണം. അതിൽ യാതൊരു സംശയവും പാടില്ല. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് ആയുധം കൊടുത്തോ അല്ലെങ്കിൽ ഇറാനെതിരെ നീക്കം നടത്താനൊന്നും നമ്മൾ പോയിട്ടില്ല. അവരുമായിട്ടുള്ള ആ ഒരു നല്ല ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചിടത്തേക്ക് വരുമ്പോൾ അവസാനമായി നമുക്ക് അറിയാനുള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായാൽ സൗദിയും തുർക്കിയും എന്ത് ചെയ്യും? അവർ വിട്ടേക്ക്. അതിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് കയറി വരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അണിയറയിൽ നിന്നുള്ള സഹായം ചിലപ്പോൾ തുർക്കി കൊടുത്തേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചൈന കൊടുത്തു എന്ന് പറയുന്ന പോലെ ആ ഒരു സഹായം തുർക്കി കൊടുത്തേക്കാം. നമുക്കാവശ്യമുള്ള എന്തെങ്കിലും ഒരു ഇതിലുള്ള നമുക്കാവശ്യമുള്ള സഹായം ചിലപ്പോൾ നിഷേധിച്ചേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് തുർക്കി പോവില്ല. സൗദി അറേബ്യ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ നീങ്ങില്ല. അലയൻസ് എല്ലാം അവിടെ ഉണ്ടാവും, പാക്റ്റെല്ലാം അവിടെ ഉണ്ടാവും, പക്ഷേ അതിലേക്ക് പോവില്ല.